യോഗാസ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ ആങ്കർ, ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ആണ്. നമ്മൾ ഈ തോട്ട്സ് ആൻഡ് ഇമോഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ആണ് ഇതിന് മെയിനായിട്ട് ഒരു വില്ലനായി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു പരിപാടീൻ്റെ ഒരു എനർജി ലെവൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്ന്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ കൈകൾ ജസ്റ്റ് ഇങ്ങനെ തുറന്ന് വെക്കുക. എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് എന്ന് പറയുക. നിങ്ങൾ പറയുന്നത് എന്താണോ അതിന് പവർ ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇനി ജസ്റ്റ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് മുന്നോട്ട് വെച്ചിട്ട് അവിടെ ഒരു റെഡ് കളർ ആപ്പിൾ നിങ്ങളുടെ കൈകളിലുണ്ട് എന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ആപ്പിളിനോടുള്ള നിങ്ങളുടെ മനോഭാവം, ചിലപ്പോൾ ചിലർക്ക് ചില ആപ്പിൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ചിലർക്ക് അത്ര താല്പര്യമില്ലാത്ത. അപ്പോൾ എന്തെങ്കിലും ഒരു ഫീലിങ്ങും കൂടി ആ ആപ്പിളിലേക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക ഒരു റെഡ് കളർ ആപ്പിൾ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ രണ്ട് കൈകളും കൂടി ഒന്ന് താരതമ്യം ചെയ്യുക. നോക്കുമ്പോൾ ഈ ആപ്പിൾ നിൽക്കുന്ന കൈ ചിലപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയ പോലെ തോന്നാം. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അത് വെറും തോന്നലല്ല. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. നമ്മൾ ഈ കൈ കൊണ്ട് ജസ്റ്റ് ഈ ആപ്പിളിന് ജസ്റ്റ് ഒന്ന് എനർജി ലെവൽ വളരെ സെൻസിറ്റീവ് എന്ന ലെവലിലാണ്. ആ ലെവലിൽ നല്ല തൊട്ട് നോക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ കൈകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ കൈകൾ അവിടെ നിൽക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയൊരു തോട്ട് ആൻഡ് ഫീലിംഗ് അതാണ് നിങ്ങളിപ്പോൾ ജസ്റ്റ് സെൻസ് ചെയ്യുന്നത്. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൈകൾ കൊണ്ട് നിങ്ങളുടെ ഫോറാമിലേക്ക് നോക്കാം. അവിടെ ചിലപ്പോൾ ഒന്നും കിട്ടിയെന്ന് വരില്ല. വീണ്ടും നിങ്ങളുടെ കൈകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്തോ ഒരു ആപ്പിൾ ഒരു സാധനം അവിടെ തടഞ്ഞു നിൽക്കുന്ന പോലെ തോന്നാം. ഒരു കാര്യം ചെയ്യാം, ഡിസിൻറ്റഗ്രേറ്റ് അത് പറഞ്ഞ് പിന്നെ കൈകൾ നോക്കുന്ന സമയത്ത് വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു 5-10 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ഒരു തോട്ട്സ്, നിങ്ങളുടെ ഫീലിങ്സ് കൊണ്ടുണ്ടാക്കിയ സംഭവമാണിത്. അപ്പം ഇതുപോലുള്ള പല തോട്ട്സ് ആൻഡ് ഫീലിങ്സിൻ്റെ ഒരു കലവറ തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഓറ, നിങ്ങളുടെ ചക്രാസ്, ഇതിലെല്ലാം തന്നെ ഇമ്പ്രിൻ്റായി കിടക്കുന്നുണ്ട്. അതിലധികവും നെഗറ്റീവാണ് താനും. ഇപ്പം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണെങ്കിലും നമുക്ക് ആങ്കർ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരുപാട് തരം തോട്ട്സ്, അതിൻ്റെ സീഡ്സ് അടക്കം നമ്മുടെ ഓറ, നമ്മുടെ ചക്രാസിനുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ നമ്മളിപ്പം പലപ്പോഴും ഉണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സുഖമാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇതുപോലത്തെ ഓരോ ബോൾസ് ഉണ്ടല്ലോ, ഇത് മൊത്തമായിട്ട് ഇങ്ങനെ എനർജി ലെവലിലുള്ള സംസാരമാണ് ഞാൻ പറയുന്നത്, സ്പിരിച്വൽ ലെവലിലുള്ള സംസാരമാണ്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ബോൾസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് ഫ്രീ ആവുന്നു. പക്ഷേ ആ സീഡ്സ് ഉള്ളതുകൊണ്ട് വീണ്ടും നമുക്കത് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ മനസ്സിലാക്കുക, ഇതിങ്ങനെ കേൾക്കുന്ന ഫ്രണ്ട്സിൻ്റെ അവസ്ഥയൊന്ന് നോക്കുക. കാരണം ഇത്രത്തോളം അറ്റാക്കാണ് ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ആ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് പിന്നീട് വളരെയധികം ഡൗൺ ആവുന്നതായിട്ട് തോന്നാം. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം തന്നെ ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പം ആ എനർജി വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള എല്ലാ തരം നെഗറ്റീവ്സ്, അതായത് നിങ്ങളുടെ ആങ്കർ, നിങ്ങളുടെ റെസൻമെൻറ്റ്, നിങ്ങളുടെ ജലസി, ഡിപ്രഷൻ, ആങ്സൈറ്റി, സാഡ്നെസ്, ബ്രേക്കപ്പ് കിട്ടിയ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ എല്ലാ സംഭവത്തിനെയും സീഡ്സ് അവിടെ കിടക്കുന്നുണ്ടാവും. ഒരു 10 കൊല്ലം മുന്നേ നടന്ന സംഭവമാണെങ്കിൽ കൂടി പിന്നെ അതുപോലത്തെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് മുന്നോട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം കൂടി ട്രിഗർ ആവുന്നതും വരാം. അപ്പോൾ ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്ത് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ, അത് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു കോഴ്സാണ് ഈ ഒരു ഇമോഷണൽ അബണ്ടൻസ്. അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. ഇത് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലേക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അപ്പോൾ അത്രയും താല്പര്യമുള്ളവർ എന്തായാലും ജോയിൻ ചെയ്യാം. സീ യു സൂൺ.